ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ചൂരക്കറി ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ 1 കിലോ ചൂരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടംപുളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ ചുമന്ന മുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചുമന്ന മുളകാണ് ഞാൻ വേണ്ടിയിട്ട് എടുത്തേക്കണേ. അപ്പം പിന്നെ തേങ്ങ ചിരണ്ടിയതും കൂടെ വേണം. നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. അപ്പം നമ്മൾ ചീഞ്ചട്ടി ചൂടായതിന് ശേഷം പൊടികളൊന്ന് വറുത്തെടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതങ്ങ് മിക്സ് ആവണം. ജസ്റ്റ് തേങ്ങ ഒരു വറുത്ത പോലെ ആ ഒരു പാകത്തിലേക്ക് ആവണം. അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ മിക്സ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്ന മുളകും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആ ഒരു പാകത്തിലാവണം. അത് ശരിക്കും മൂക്കണം, ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പുളിയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക. അതിന് ശേഷം മീനും കൂടി ഇടണം. ഇപ്പോൾ കണ്ട് നമ്മുടെ മീനൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കേണ്ടത് തൊട്ടപ്പുറം. ഇപ്പോൾ എന്തായാലും നമ്മുടെ കറി അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.